ലോകത്ത് സഞ്ചാരികൾക്കിടയിൽ ഏറ്റവുമധികം ശ്രദ്ധയാകർഷിച്ച രാജ്യമാണ് ഇന്ത്യ. വിദേശ സഞ്ചാരികൾ വന്നാൽ ഇവിടെ നിന്ന് തിരികെ പോകാൻ മടിക്കുന്നു എന്ന കാര്യം പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാറുമുണ്ട്. മാത്രമല്ല, ഇന്ത്യയെ വാനോളം പുകഴ്ത്തി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാറുണ്ട്. സഞ്ചാരികൾക്ക് ദേശമില്ലെന്നാണ് പറയുക. കാരണം അവർ സഞ്ചാരികളാണ്, ഒരിടത്തും സ്ഥിരമായി നിൽക്കാതെ ദേശങ്ങൾ താണ്ടുന്നവർ. എന്നാൽ ഇന്ന് സഞ്ചാരികൾ ഓരോ തവണയും തങ്ങളുടേതായ ഇടങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു. ഗതാഗത സംവിധാനങ്ങളിലുണ്ടായ കുതിച്ചുചാട്ടമാണ് ഈ സാധ്യത സഞ്ചാരികൾക്ക് മുന്നിൽ തുറന്നിട്ടത്. അപ്പോഴും ചില സഞ്ചാരികൾ കണ്ട ദേശങ്ങളുമായി വൈകാരികമായ ബന്ധം നിലനിർത്തുന്നുണ്ട്. സ്വന്തം വീട്ടിലേക്കെന്ന പോലെ അവർ ഓരോ തവണയും ആ ദേശത്തേക്ക് തിരിച്ചെത്തുന്നു. പറഞ്ഞു വരുന്നത് ഒരു സഞ്ചാരിയെ കുറിച്ചാണ്, ഗഫ്രൂജി. ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ സന്ദർശിച്ച ശേഷം തിരിച്ചു പോകുമ്പോൾ തനിക്ക് കരച്ചിൽ വരുന്നെന്നും ഒരു ആധാർ കാർഡ് തരുമോ എന്നും ചോദിക്കുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. ഏതാണ്ട് 1.5 ലക്ഷത്തിന് മേലെ ആളുകളാണ് ഈ വീഡിയോ കണ്ടത്. ഇന്ത്യ വിടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് റെക്കോർഡ് ചെയ്ത വൈകാരിക വീഡിയോ പങ്കിട്ടതിന് ശേഷം US ബ്ലോഗർ ഗഫ്രൂജി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ഒരു ബൈക്കിന് പിന്നിലിരുന്നാണ് ഗഫ്രൂജി തന്റെ വീഡിയോ ചെയ്തത്. ഇന്ത്യയിൽ ചിലവഴിച്ച സമയത്തെക്കുറിച്ച് അദ്ദേഹം വീഡിയോയിൽ സംസാരിക്കുന്നു. സത്യത്തിൽ ഞാനിപ്പോൾ കരയാൻ തുടങ്ങിയേക്കാം. അദ്ദേഹം ക്ലിപ്പിൽ പറയുന്നത് കേൾക്കാം. നരേന്ദ്രമോദി, ഇത് നിങ്ങൾക്കുള്ളതാണ്. എൻ്റെ പേര് ഗഫ്രൂജി. എനിക്കൊരു ആധാർ കാർഡ് വേണം. കാരണം ഇതാണ്. ഇപ്പോൾ ഞാൻ കരയാൻ തുടങ്ങിയേക്കാം. ഞാൻ ഈ വീഡിയോ അവസാനമായി ചെയ്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ കരയാൻ തുടങ്ങി. ഗഫ്രൂജി തന്റെ വീഡിയോയിൽ പറയുന്നു, ഈ രാജ്യത്തെ എല്ലാ കാര്യങ്ങളും എന്നെ വളരെയധികം സ്പർശിക്കുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ വെളുത്തവരായത് കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നതെന്ന്. അല്ല, അവർക്ക് എല്ലാം ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ രാജ്യത്ത് എല്ലാം ഉണ്ട്. നിങ്ങളുടെ വീട് വൃത്തിയാക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവർക്ക് അതുണ്ട്. നടപ്പാതയിലൂടെ ആളുകൾ നിങ്ങളെ മോട്ടോർ സൈക്കിളിൽ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവർക്ക് അതുണ്ട്. നിങ്ങൾക്ക് ദിവസത്തിലെ ഏത് സമയത്തും തെരുവ് ഭക്ഷണം വേണോ? അവർക്കതുണ്ട്. ഇന്ത്യയിൽ താൻ അനുഭവിച്ച നിത്യജീവിതത്തെ ഗഫ്രൂജി അടയാളപ്പെടുത്തുന്നു. വീഡിയോ അവസാനിക്കുന്നത് ഒരു കുറിപ്പോടെയാണ്. ഇന്ത്യ, നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഞാൻ ആഴത്തിൽ മിസ് ചെയ്യും. അടുത്ത തവണ വരെ ഇന്ത്യയെ ഞാൻ മിസ് ചെയ്യുമെന്ന വാചകത്തോടെയാണ് അദ്ദേഹം വീഡിയോ പങ്കുവച്ചത്. വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ കുറിപ്പുകൾ എഴുതാനെത്തി. ഇന്ത്യയിൽ നിന്നും പോയതിനു ശേഷം ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന യഥാർത്ഥ ഇന്ത്യ ഇതെന്നായിരുന്നു ഒരു കുറിപ്പ്. നിങ്ങൾക്ക് ഇന്ത്യ വിട്ടു പോകാമെങ്കിലും ഇന്ത്യ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ലെന്ന് മറ്റൊരു കാഴ്ചക്കാരൻ കുറിച്ചു. ഇത് ടൂറിസം അല്ല, ഇതാണ് ഇന്ത്യയിലെ യഥാർത്ഥ ജീവിതമെന്ന് മറ്റൊരു കാഴ്ചക്കാരൻ എഴുതി. താൻ ഇന്ത്യയിൽ 4 മാസത്തോളം താമസിച്ചെന്നും അവിടെ വിട്ട് പോവുകയെന്നത് അവിശ്വസനീയമാം വിധം സങ്കടമായിരിക്കുന്നെന്നും എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്നും 2 ആഴ്ച മുൻപ് പോലും ഇന്ത്യ സന്ദർശിച്ചെന്നും ഇപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നെന്നുമായിരുന്നു ഒരു കാഴ്ചക്കാരൻ എഴുതിയത്. അതേസമയം റഷ്യക്കാരിയായ യാനയും കുടുംബവുമാണ് ഇന്ത്യയിലെ ലളിതമായ ജീവിതശൈലിയെയും മനുഷ്യരുടെ ഊഷ്മളമായ പെരുമാറ്റത്തെയും പ്രശംസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഷെയർ ചെയ്തത്. തങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യയെ സ്ഥിരതാമസത്തിനായി തിരഞ്ഞെടുത്തതെന്ന് യാന ഈ വീഡിയോയിൽ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾ ഇന്ത്യ സന്ദർശിക്കാൻ വന്നവരല്ല, ഇവിടെ തങ്ങൾക്ക് വീടുണ്ടെന്നും അയൽപക്കമുണ്ടെന്നും മക്കൾ ഇവിടെയാണ് പഠിക്കുന്നതെന്നും പോസ്റ്റിൽ പറയുന്നു. മറ്റ് രാജ്യങ്ങളിലെ യാന്ത്രികമായ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയിൽ ജീവിതത്തിനൊരു പ്രത്യേക താളമുണ്ടെന്നും യാന പറഞ്ഞു. ഇവിടെ ജീവിതം നിങ്ങളെ ഒന്നിനും നിർബന്ധിക്കുന്നില്ല. സമയം വളരെ സാവധാനത്തിലാണ് കടന്നു പോകുന്നത്. ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി നമ്മെ തന്നെ മനസ്സിലാക്കാൻ ഈ ജീവിതം സഹായിക്കുന്നുവെന്നും യാന വീഡിയോയിൽ വ്യക്തമാക്കുന്നു. ബാംഗ്ലൂരുവിലെ ആളുകൾ കാണിക്കുന്ന സ്നേഹവും കരുതലും തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും യാന വ്യക്തമാക്കി. പ്രതിഫലം ആഗ്രഹിക്കാതെ സഹായിക്കുന്ന അയൽവാസികളും പേര് മറക്കാത്ത കടക്കാരും പുഞ്ചിരിയോടെ സംസാരിക്കുന്ന സാധാരണക്കാരും ഇന്ത്യയുടെ വലിയ പ്രത്യേകതയാണെന്നാണ് അവർ പറയുന്നത്. വെറുതെ എന്തെങ്കിലും കാണിക്കുക എന്നതിനേക്കാൾ അർത്ഥവത്തായ ജീവിതത്തിനാണ് ഇവിടെ പ്രാധാന്യമെന്നും അവർ കൂട്ടിച്ചേർത്തു. ബാംഗ്ലൂരുവിലെ സ്കൂളുകളിൽ പഠിക്കുന്ന തന്റെ മക്കൾ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെയും ഭാഷകളെയും ബഹുമാനിക്കാൻ പഠിക്കുന്നുവെന്നും വ്യത്യസ്തമായ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനും ലളിതമായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും ഇന്ത്യയിലെ ജീവിതം മക്കളെ പ്രാപ്തരാക്കുന്നുവെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.